हिंदुस्ता हमारा हमारा सारे जहां से अच्छा, हम बुलबुले हैं इसकी, ये गुलसिता हमारा हमारा സ്വാതന്ത്ര്യ പുലരിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം കടന്നു വന്നതിൻ്റെ ഓർമ്മ जो चिट्ठी आती है वो पूछे जाती है कि घर कब आओगी, लिखो कब आओगी, कि तुम बिन ये घर सूना सूना है। ओ, है मेरी ज़मीं अफसोस नहीं जो तेरे लिए सौ दर्द सहे, महफूज रहे तेरी आन सदा चाहे जान मेरी ये रहे न रहे। मेरी ज़मीं महबूब मेरी, मेरी नस नस में तेरा इश्क बहे, फीका ना पड़े कभी रंग तेरा जिस मुंह से निकल के खून कहे। तेरी मिट्टी में मिल जावा गुल बन के मैं खिल जावा, इतनी सी है दिल की आरज़ू। तेरी नदियों में बह जावा तेरे खेतों में लहरावा, इतनी सी है दिल की आरज़ू। शीश झुमकावा मेरी दिल जानिया, तेरे नाम को कर जावा तुम तू सारी जहां से प्यारी मेरे भारत की बेटी, सारी जहां पे भाई मेरे भारत की बेटी, दिल जाने है शान हमारी मेरे भारत की बेटी, जीती रहो जीतती रहो।
है क्या तेरी धूल से बढ़ के, तेरी धूप से रोशन, तेरी हवा पे जिंदा तू बाग है मेरा, मैं तेरा परिंदा। है गुजरने वाली हवा बता, मेरा इतना काम करेगी क्या? मेरे गाँव जा, मेरे दोस्तों को सलाम दे। मेरे गाँव में है जो वो गली जहाँ रहती है मेरी दिलरुबा, उसे मेरे प्यार का जाम दे, उसे मेरे प्यार का जाम दे। वही थोड़ी दूर है घर मेरा, मेरे घर में है मेरी बूढ़ी माँ, मेरी माँ के पैरों को छू के तू उसे उसके बेटे का नाम दे। मैं वापस आऊंगा घर अपने गाँव में, उसी की छाँव में कि माँ के आंचल से, गाँव के पीपल से, किसी के काजल से किया जो वादा था वो निभाऊंगा। मैं एक दिन आऊंगा, मैं एक दिन आऊंगा। നീർപ്പതും തിരുമുമ്പിൽ നയിക്കും ഞങ്ങളീ നേരായ മാർഗ്ഗത്തിൽ ഉത്തരവാദികളും വെലുത്തുണ്ടി തിളപ്പിയും കേരളത്തിനടക്കമുള്ള ദേശീയ സമര നേതാക്കളും പോരാളി എന്ന് പറയുന്ന ഒരു അനുഭവം അതെത്ര വിലപ്പെട്ടതാണ് എന്ന്, അതെത്ര ത്യാഗനിർഭരമായ ഒരു പകലിന്റെ ഒരു നട്ടുച്ച നേരത്ത് എന്താണ് വെളിച്ചം എന്ന് നമുക്ക് ചോദിക്കേണ്ടതില്ലാത്തവണ്ണം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം. പക്ഷേ നടപ്പിലാക്കപ്പെട്ട് നടക്കുന്ന വർഷങ്ങളായി നടപ്പിലാക്കപ്പെട്ട് നടക്കുന്ന മലയാളികളുടെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് ഈ സ്വാതന്ത്ര്യം. ആ സ്കൂളിൻ്റെ പി ടി എയുടെ അഭ്യർത്ഥന സമത വളരെ ഗൗരവകരമായി ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മൾ ആ കിഡ്സ് പാർക്ക് പണിത് നൽകാൻ തീരുമാനിക്കുകയും അത് പണിത് നൽകുകയും ചെയ്തു. വർഷത്തിൽ 5 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായത്തിന് തികച്ചും അർഹതപ്പെട്ടവർക്ക് 1000 രൂപ വിലയുള്ള അവശ്യ സാധനങ്ങളുടെ കിറ്റായി സമൂഹത്തിൽ അർഹതപ്പെട്ടവർക്ക് നൽകി. ഇതാണ് 2021 ഗവൺമെന്റ് രജിസ്ട്രേഷൻ എടുത്ത് പ്രവർത്തനം ആരംഭിച്ച സമത കണിയാപുരം ഓർഗനൈസേഷൻ. നിരാകൃതരായ രോഗികൾ, നല്ല മാർക്ക് വാങ്ങിയിട്ടും തുടർപഠനത്തിന് വിജയിക്കാതെ പോയവർ, ഉത്തരവിന് ഉടയവരില്ലാത്ത മാതൃകയിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. സമതയുടെ പ്രവർത്തകരിൽ ഒരാളും മറ്റൊരു പ്രവർത്തനയേക്കാൾ മികച്ചവരല്ല. എന്നാൽ എല്ലാ പ്രവർത്തകരും പല രീതിയിൽ വ്യത്യസ്ത കഴിവുകളുടെ പേരിൽ മികച്ചവരാണ്. അവസാനിപ്പിക്കുക. സമത സമൂഹത്തിൽ ജനങ്ങൾക്കൊപ്പമാണ്. മാനവികതയിൽ ഐക്യപ്പെട്ട് മനുഷ്യർക്കിടെ സൗഹാർദ്ദത്തിന്റെ പാലങ്ങൾ പണിത് അവരുടെ പ്രയാസങ്ങൾക്കും പരിമിതികൾക്കും അവരുടെ സങ്കടങ്ങൾക്കും ഒപ്പം നിന്ന് അവരെ ചേർത്ത് പിടിച്ച് സമത പരമാവധി വിരോധം. അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും വിശിഷ്ട അതിഥികൾക്കും നാട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, 1000 നന്ദി. നന്ദി. സ്നേഹാഭിമാനങ്ങൾ നേരുന്നു. പ്രത്യേകിച്ച് മഹാസുദിനത്തിൽ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നമ്മുടെ മഹത്തായ രാജ്യം 78ാം സംസ്ഥാനമായിരുന്നു ശരിക്കും നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധി. ദേശാഭിമാനത്താൽ പ്രചോദിതരായ ധീര ദേശാഭിമാനികൾ 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മുടെ രാജ്യം ഒരു പരമാധികാര പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയായി മാറിയിട്ടുണ്ട് എന്നതിൽ ഞാൻ പ്രത്യേകമായി അവരെ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ മാറിയ സാമൂഹിക സാഹചര്യത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, ചരിത്രം അടയാളപ്പെടുത്തുന്നത് 1ാം ലോകം
പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരം നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന മഹാദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവുന്നു. കുറച്ച് മുമ്പ് കോവിഡ് ആയിരുന്നെങ്കിൽ അതിനു മുമ്പ് മഹാപ്രളയം വന്നു. പ്രളയത്തിന് ശേഷം കോവിഡ് വന്നു. അതിനുശേഷം വീണ്ടും ചില പ്രളയങ്ങളും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഒരു പ്രധാന ജില്ലയിലെ പ്രധാന ഭാഗങ്ങൾ മുഴുവൻ ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഞാനൊരു ഔദ്യോഗിക ജീവിതത്തിൽ ശരിക്കും ഒരുപാട് വളരെ അത്ഭുതത്തോടെ കേട്ടിരിക്കാൻ പാകത്തിന് വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുടെ ഒരു പട്ടിക തന്നെ നമ്മുടെ മുമ്പിൽ നിരത്തിക്കൊണ്ട് നമ്മുടെ സമൂഹ ജീവിതത്തിൽ വളരെ സമർത്ഥമായി വളരെ സമഗ്രമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമഗ്രയുടെ പ്രവർത്തനങ്ങളെയും അതിന് തന്നെ അഭിനന്ദിക്കുകയാണ്. അവർക്കെല്ലാവരും പ്രവാസികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഹാർഡ് വർക്കിൽ നിന്ന് അവർ ഏൺ ചെയ്യുന്ന ഒരു പങ്ക് സഹജീവികൾക്ക് വേണ്ടി ചെലവാക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു പുണ്യപ്പാടാണ്. പക്ഷെ അന്ന് ഉള്ള സമയത്ത് അവന്റെ കുസൃതിത്തരങ്ങൾ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞു അത് ആൺകുട്ടിയായിട്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു. അത്രയ്ക്ക് കുസൃതിയായിരുന്നു. പക്ഷെ അമ്മയോട് ഭയങ്കര സ്നേഹമായിരുന്നു. അമ്മയെ വിട്ടു പോകില്ല. അപ്പൊ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം എല്ലാത്തിനും അമ്മയുടെ അടുത്തേക്ക് അച്ഛൻ്റെ അടുത്തേക്ക് കാട്ടി നമ്മളെപ്പോഴും ചോദിക്കില്ല അമ്മയാണ് ഇഷ്ടം അച്ഛനെയാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അമ്മയോടാണ് സ്നേഹം എന്നാണ് പറയാൻ പറ്റുന്നില്ല. അമ്മയുടെ വാക്കുകൾ 2 വയസ്സായപ്പോൾ തൊട്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പം എന്തൊക്കെയോ ഒരു പ്രശ്നം ആ കുഞ്ഞിനുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ എന്താണെന്ന് തിരിച്ചറിവ് നമുക്കറിയില്ല. നമുക്ക് എന്താണ് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല. ഒരു 1.5 വയസ്സായപ്പോൾ അമ്മ അച്ഛ ചേച്ചിക്ക് ചച്ചി അന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ശബ്ദങ്ങളാണ് അവൻ പറയുന്നത്. പക്ഷേ ഏകദേശം 2 വയസ്സായപ്പോൾ ഒരു ദിവസം ഞാൻ പപ്പടം കാഴ്ചക്കൊണ്ടിരുന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ പപ്പടം എന്ന് പറയും അപ്പം തരാമെന്ന് പറഞ്ഞു. അപ്പം പപ്പ ഞാൻ ഡം പറയണം അല്ലെങ്കിൽ അവൻ ഡം പറയും അങ്ങനെ തുടങ്ങിയതാണ് അവൻ്റെ സംസാരം. അപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. അങ്ങനെ അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഇനി ഉണ്ടാവാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അത് അവൻ്റെ സ്കൂളെടുത്ത് വീടിനടുത്ത് അങ്ങനെ ഞങ്ങൾ പോവാണ്. എന്നും സ്കൂളിൽ നിന്ന് ഫോൺ വരും നിങ്ങളുടെ കുട്ടി തല പൊട്ടിച്ചു. എങ്ങനെയാണ് എൻ്റെ തലയുടെ ഉച്ച തന്നെ പൊട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല. വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു 3 ദിവസങ്ങൾ കഴിഞ്ഞ് കുട്ടികളിരിക്കുകയാണ്. ഞാൻ നല്ലൊരു പാസിംഗാണ് ഒന്നാമത്. അതുമാത്രമല്ല ഞാൻ എഴുതുന്ന കുട്ടികൾ രണ്ടാമത് എന്നെ കൊണ്ടൊന്ന് വായിക്കാൻ പറഞ്ഞ് ഫാർമസിസ്റ്റിനെ കൊണ്ട് വായിക്കണമെന്നുള്ള രീതിയിൽ എഴുതുന്നവരുമാണ്. ഇതെന്നാൽ തന്നെ അതുപോലെ തന്നെ പല യുവകാരണ പ്രവർത്തനങ്ങളും ഇപ്പോൾ വിദ്യാലയത്തിന് ഒരു പാപ്പുണ്ടായി കൊടുക്കുന്നതെല്ലാം എല്ലാം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥിക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസും 2ാം സമ്മാനം ലഭിക്കുന്ന കുട്ടിക്ക് 5,000 രൂപ ക്യാഷ് പ്രൈസും മർഹൂം വടക്കതൽ മുസ്തഫ ലപ്പ മെമ്മോറിയൽ ട്രോഫിയും സർട്ടിഫിക്കറ്റും എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ ഒരുമിച്ച് തന്നെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിനോട് അനുബന്ധിച്ച് ഞങ്ങളോട് സഹകരിച്ച സമത കണിയാപുരം ഓർഗനൈസേഷൻ